ഈ എഴുതുമ്പം ഒരു വഷളനായതുകൊണ്ട് എനിക്ക് വിനയന്റെ മുഖമാണ് ആദ്യം വന്നിരുന്നത് എഴുതുമ്പോൾ തന്നെ. ഇത് ഞാൻ കേട്ടത് ഇന്റർവ്യൂവിൽ എന്താ പറയാടോ, അയാളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് വളരെ ഭയങ്കര എന്നെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നു. ഓ വിനയുടെ ആ ലുക്ക് വൈറലായി, വിനയ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇയാൾ പറഞ്ഞേ. ഞാൻ മനസ്സിൽ ആലോചിച്ചപ്പോൾ തന്നെ ഒരു വഷളനാണല്ലോ അയാൾ. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വിനയുടെ മുഖമാണ് വന്നത്. എൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച്. അല്ല, ഈ എനിക്ക് ഇങ്ങനത്തെ ഒരു മുടി വേണം. ഞാൻ പല സിനിമകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ പുറത്തെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള മുടി അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പല്ല്, പിന്നെ അതിനകത്തൊരു മറുക്, ഇതൊക്കെ ഇയാൾക്ക് മാച്ചാവുന്ന ഞങ്ങൾ കുറേ നോക്കിയിരുന്നു, കുറേ വരച്ചു. അതൊക്കെ ഡ്രോയിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചൂസ് ചെയ്യുന്നത് ഇയാൾക്ക് മാച്ചാവും എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കഥാപാത്രം നമ്മൾ കൊടുക്കുമ്പോൾ അയാളുടെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ കുറേ ഏരിയ നമ്മൾ സേഫാണ്. അപ്പം അത് ഇവർക്കും ക്യാരക്ടേഴ്സിനും അത് ഭയങ്കര സപ്പോർട്ടീവ് കിട്ടൂല. ഇല്ല അല്ല, അത് അപ്പോൾ ഒരു നമുക്ക് ഇരട്ടി ഇത് കിട്ടുമല്ലോ, പ്രതിഫലം കിട്ടും. സീരിയസ്ലി ഈ പറയുന്ന പോലെ മജു അങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു 50% നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം അയാളെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകത്തിൽ നമ്മൾ പകുതി വട്ടമായി പോകും, ബാക്കി പകുതി പണിയെടുത്താൽ മതി. അപ്പം മജുവിൻ്റെ ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളുടെ ലുക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ കോസ്റ്റ്യൂം ആണെങ്കിലോ ആർട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആ ക്യാമറ ആംഗിൾസോ എല്ലാത്തിലും മജുവിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു.